റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുഫ്തിരിൻ വ മുസ്കിരിൻ എല്ലാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനുഷ്യന് ശരീരത്തിന് ക്ഷയമുണ്ടാക്കുന്ന ബലഹീനത ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും പദാർത്ഥങ്ങളും ഒഴിവാക്കണം. അതിൽ പാൽകരാവ് പെടും, തുളസി പെടും, ചൈനീക്കൈനി പെടും, ഷാമ്പൂ പെടും, കട്ടൻ പെടും, ടൊബാക്കോ പെടും, അതുമായി ബന്ധപ്പെട്ടതൊക്കെ പെടും, പുകയില അതുമായി ബന്ധപ്പെട്ടതൊക്കെ, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഇത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരുമാതിരി കാട്ടറായി അടിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരുടെ നിസ്കാരമായി മാറും. ഇത് മുനാഫിഖീങ്ങളുടെ നിസ്കാരമാണ്. അപ്പൊ നമസ്കാരത്തിൽ ശ്രദ്ധ വേണം, നമസ്കാരത്തിൽ കോൺസെൻട്രേഷൻ വേണം. നമസ്കാരത്തിൽ അശ്രദ്ധയോടുകൂടി, അലസതയോടുകൂടി, അലംഭാവത്തോടുകൂടി നമസ്കരിക്കുന്നവർ മുനാഫിഖീങ്ങളാണ്. ഖുർആനാണ് പറയുന്നത് മുനാഫിഖീങ്ങളാണ്. അവർ നമസ്കാരത്തിന്റെ സമയം നോക്കാറില്ല, ഫാത്തിഹ ശ്രദ്ധിക്കാറില്ല, സൂറത്തുകൾ ശ്രദ്ധിക്കാറില്ല, റുകൂഅ് ശ്രദ്ധിക്കാറില്ല, സുജൂദ് ശ്രദ്ധിക്കാറില്ല. അവര് നമസ്കരിക്കുന്നു, എത്രയോ നമസ്കരിക്കുന്നു, അവരവരുടെ പാട്ടിന് പോകുന്നു. ആ നമസ്കാരക്കാരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞുവല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നരകമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞുവല്ലോ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, അവർ ആരാണ് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അത് നമസ്കാരത്തിൽ അഖറുഹാ അൻ ഔഖാതിഹാ, നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിലേക്ക് കൃത്യസമയത്തോടുകൂടി വന്ന് നമസ്കരിക്കാതെ നമസ്കാരക്കാര ജമാഅത്തിന്റെ സമയത്ത് നടക്കുമ്പോ ദുനിയാവിന്റെ ചിന്തകളുമായി കറങ്ങി നടക്കുന്ന നമസ്കാരക്കാരെ, ആ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട, അല്ലാഹുക്ക് വേണ്ട. അല്ലാഹുക്ക് ഇഷ്ടമുള്ള നമസ്കാരം ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് തന്നെ നിറവേറ്റണമേ. ആ നമസ്കാരമാണ് അല്ലാഹുക്ക് വേണ്ടത്. ഇന്ന് വരുന്ന നമസ്കാരം അല്ലാഹുക്ക് വേണ്ട, അതിന്റെ പൗരുഷഗുണമാ. അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ചു കൊടുക്കുകയാ, ഇന്നൽ അബ്ദ ഇദാ സല്ലാ ഫീ അവ്വലിൽ വഖ്തി സഅദത് ബിഹാ ഇലാ സമാ, إلا وملك عن يمينه وملك عن شماله، فإذا أتم ركوعها وسجودها والقراءة فيها صعدت بها إلى السماء حتى إلى العرش فتستغفر لصاحبها فتشفع لصاحبها. റസൂലുള്ളാഹി തങ്ങളെ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഇന്നൽ അബ്ദ ഇദാ സല്ലാ ഫീ അവ്വലിൽ വഖ്തി, അല്ലാഹുവിന്റെ ദാസനായ പുരുഷനോ ദാസിയായ സ്ത്രീകളോ ആദ്യത്തെ സമയത്ത്, പ്രാരംഭ സമയത്ത് നമസ്കരിക്കാൻ അവർ തയ്യാറായാൽ ഫസഅദത് ബിഹാ ഇലാ സമാ, ആ നമസ്കാരവുമായി മലക്കുകൾ വാനലോകത്തേക്ക് പറന്നുയരുമത്രേ. വിധങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ആമിൻ മുസല്ലി ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി. ഒരാള് നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുമ്പോ വലത് ഭാഗത്തും ഒരു മലക്കുണ്ടാകും, ഇടത് ഭാഗത്തും ഒരു മലക്കുണ്ടാകും. ഉസ്താദുമാരെ കാണുമ്പോൾ ശ്രദ്ധിച്ച് നമസ്കരിക്കണ്ട, ഉപ്പയെ കാണുമ്പോ ശ്രദ്ധിച്ച് നമസ്കരിക്കണ്ട, ഉപ്പയെ കാണുമ്പോ പേടിച്ചോടിപ്പോയി കൈകെട്ടി നമസ്കരിക്കണ്ട. എന്റെ നമസ്കാരം ശ്രദ്ധിക്കാൻ രണ്ട് മലക്കുകളെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ടത്രേ. ആമിൻ മുസല്ലി, ഒരു സഹോദരനോ ഒരു സഹോദരിയോ നമസ്കരിക്കാൻ കൈകെട്ടിയാൽ ഇല്ലാ വമലകുൻ അൻ യമീനിഹി വമലകുൻ അൻ ശിമാലിഹി, വലത് ഭാഗത്തും ഒരു മലക്ക് നിൽക്കുമത്രേ, ഇടത് ഭാഗത്തും ഒരു മലക്ക് നിന്ന് ശ്രദ്ധിക്കുമത്രേ. فإذا أتم ركوعها وسجودها
സൂറത്ത് ശരിയായാൽ, ആ നമസ്കാരത്തിലെ നൃത്തം ശരിയായാൽ, ആ നമസ്കാരത്തിലെ റുക്കൂഅ് ശരിയായാൽ, ആ നമസ്കാരത്തിന്റെ സുജൂദ് ശരിയായാൽ, ആ നമസ്കാരത്തിന്റെ അത്തഹിയാത്ത് ശരിയായാൽ, സഅദത് ബിഹാ ഇലാ സമാ, അവന്റെ നമസ്കാരവുമായി അവരുടെ നമസ്കാരവുമായി ആകാശലോകത്തേക്ക് ഉയരുമത്രേ, ആകാശലോകത്തേക്ക് ഉയരുമത്രേ. എവിടെ പറയുന്നറിയുമോ? അർശിന്റെ ഭാഗത്തേക്ക് ആ നമസ്കാരവുമായി മാലാഖമാർ ഉയർന്നു പോകുകയാണ്. റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ആകാശത്തിന്റെ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. നമസ്കാരം ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമസ്കാരം ഒരാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ചെറുകിട പള്ളിയുടെ അല്ലെങ്കിൽ നമസ്കാര പള്ളിയുടെ ഈ ഭൂലോകത്തെ ഏതെങ്കിലും ഒരു ഭവനത്തിലോ ഏതെങ്കിലും ഒരു മണ്ണിലോ ആരാണ് നമസ്കരിക്കുന്നതോ അവരുടെ നമസ്കാരവുമായി വളരെ പെട്ടെന്ന് തന്നെ മലക്കുകൾ സ്വർഗ്ഗലോകത്തേക്ക് ഉയരുകയാണ്. അവിടെയാണ് തീരുമാനിക്കുന്നത് ഇവന്റെ നമസ്കാരം സാധുവാണോ അസാധുവാണോ, ഇവന്റെ നമസ്കാരം യാഥാർത്ഥ്യമാണോ അയാഥാർത്ഥ്യമാണോ, ഇവന്റെ നമസ്കാരം ശരിയാണോ തെറ്റാണോ, ഇവന്റെ നമസ്കാരം 100 മാത്രമാണോ 50 മാത്രമാണോ, ഇവന്റെ നമസ്കാരം ഫിറ്റാണോ അൺഫിറ്റാണോ, ഇത് തീരുമാനിക്കുന്നത് ഈ 2 മലക്കുകൾ ആ ഫയലുകളുമായി റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോഴാണ്. ആ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ഈ മലക്കുകൾ ഈ നമസ്കാരം റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ ദാസൻ നിനക്ക് വേണ്ടി സമർപ്പിച്ച സമ്മാനമാണ് നാഥാ. നിന്റെ നാഥൻ നിന്റെ ദാസൻ നിന്റെ ദാസിലേക്ക് വേണ്ടി സമ്മാനിച്ച സമ്മാനമാണല്ലോ. അവന്റെ മധ്യത്തടമാണ് റബ്ബേ, അവന്റെ സുജൂദാണ് അല്ലാഹ്, അവന്റെ റുക്കൂഅാണ് അല്ലാഹ്, അവന്റെ നൃത്തമാണ് അല്ലാഹ്, അവന്റെ ഖിറാഅത്താണ് അല്ലാഹ്. ഇത് സ്വീകരിച്ചാലും യാ റബ്ബനാ, ഇത് സ്വീകരിച്ചാലും യാ റബ്ബനാ. മലക്കുകൾ ആ നമസ്കാരത്തിന് 100% പാസ് മാർക്ക് നൽകിയാൽ അല്ലാഹു അത് സ്വീകരിക്കുമ്പോ ലോകത്തുള്ള മലക്കുകളും ഈ നമസ്കാരം ഏതൊരു ഭൂമിയുടെ ഭൂമുഖത്ത് വെച്ച് ആര് നമസ്കരിച്ചുവോ ആ നമസ്കാരക്കാരന് വേണ്ടി വാനലോകത്ത് നിന്ന് അതാ പ്രാർത്ഥനയാ പ്രാർത്ഥനയാ. ലോകത്തോന്ന് സ്വർഗത്തിന്റെ പൂമുഖത്ത് വെച്ച് ഈ ചെറുകിളയുടെ മണ്ണിൽ റബ്ബിന്റെ കോടതിയിൽ സുജൂദ് ചെയ്യാൻ സന്നദ്ധത കാണിക്കുന്ന യുവാക്കളെ യുവതികളെ സഹോദരങ്ങളെ സഹോദരിമാരെ, നിന്റെ നമസ്കാരം ശരിയായ രീതിയിലായാൽ സ്വർഗലോകത്ത് വെച്ച് മാലാഖമാരടക്കം ഇതാ ദുആ ചെയ്യുകയാണ്. ഹഫിളകല്ലാഹ് ഹഫിളകല്ലാഹ് എന്നെ സഹായിച്ചതുപോലെ എന്നെ സംരക്ഷിച്ചതുപോലെ എന്നെ സൂക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും സൂക്ഷിക്കട്ടെ, നിന്നെയും സംരക്ഷിക്കട്ടെ, നിന്നെയും സഹായിക്കട്ടെ. നിന്റെ പട്ടിണി ദാരിദ്ര്യവും അല്ലാഹു മാറ്റി തരട്ടെ, നിന്റെ ലോകത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ, നിന്റെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിന്റെ യാത്രയെ അല്ലാഹു സംരക്ഷിക്കട്ടെ. വാനലോകത്ത് വെച്ച് മലക്കുകളെ സാന്നിധ്യത്തിൽ അതാ നമസ്കാരം അവർക്ക് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിക്കണമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നമസ്കാരമാണ് അല്ലാഹുവിന് വേണ്ടത്, ആ നമസ്കാരമാണ് അല്ലാഹു സ്വീകരിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ.
സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾ നമസ്കാരത്തിലൂടെ അല്ലാഹുവിനോട് സഹായം തേടണമേ. വർഷങ്ങളായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ലയോ? കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക. നമസ്കാരത്തിന് മുൻപും പിൻപുമുള്ള സുന്നത്തുകളെ നിങ്ങൾ സ്ഥിരമായി നോക്കുക. മാത്രമല്ല, നിങ്ങളെ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കണമേ. കടങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്നവരെ, കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ, പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണിത്. നിങ്ങളുടെ കോടിക്കണക്കായ കടങ്ങൾ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന് നിസ്സാരമാണ്, നിസ്സാരമാണ്. ഈ ദുനിയാവിൽ ഒരാൾക്ക് 1000 കോടി അല്ലാഹു സമ്മാനിച്ചു എന്നിരിക്കട്ടെ, സാക്ഷാൽ ഈ നാടിന്റെ അമ്പരച്ചോരകളുടെ ഉടമസ്ഥനാണ് എന്നിരിക്കട്ടെ, സാക്ഷാൽ അംബാനിയുടെ പണം പോലുമാണെങ്കിൽ അല്ലാഹു പറയുകയാണ്, ഞാൻ അവർക്ക് കൊടുത്ത സമ്പത്ത് ഒരു മനുഷ്യൻ അവന്റെ ചൂണ്ടാണി വിരൽ ഏതൊരു സമുദ്രത്തിൽ കൊണ്ട് അവൻ മുക്കിയെടുക്കുന്നു, അവന്റെ ചൂണ്ടാണി വിരൽ ആ സമുദ്രത്തിന്റെ വെള്ളം എത്രത്തോളമാണ് പതിഞ്ഞതെങ്കിൽ അത്രത്തോളമേ ഞാൻ അംബാനിക്ക് കൊടുത്തിട്ടുള്ളൂ, അത്രത്തോളമേ കാറൂരിന് കൊടുത്തിട്ടുള്ളൂ, അത്രത്തോളമേ ഹാമാന് കൊടുത്തിട്ടുള്ളൂ, അത്രത്തോളമേ കോടികൾ കൊണ്ട് അവമാനമാണെന്ന എത്ര വലിയ ബിസിനസ്സുകാരനായാലും ഈ ഇന്ത്യയെ മുഴുവനും വിലപേശാൻ കഴിവുള്ള കോടീശ്വരനാണെങ്കിലും ധനാഢ്യനാണെങ്കിലും അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള സമ്പത്ത് എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെ തള്ളവിരൽ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ മോതിരവിരൽ സമുദ്രത്തിൽ കൊണ്ടൊന്നും നോക്കിയെടുത്തോ, എന്നിട്ട് അവന്റെ വിരലിലേക്കൊന്ന് നോക്കണമേ എത്രത്തോളം വെള്ളമുണ്ട് എന്ന്. അത് മാത്രമാണ് ഈ ദുനിയാവിൽ ഞാൻ അവർക്ക് നൽകിയതെന്ന് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കോടിക്കണക്കിന് സമ്പത്തിന്റെ ഉടമകളെ, കോടിക്കണക്കിന് നഷ്ടം സംഭവിച്ചവരെ, കടക്കണിയിൽ കുടുങ്ങിപ്പോയവരെ, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാം, നിങ്ങൾ രാത്രി ഉറക്കം ഒഴിവാക്കിയിട്ട് എഴുന്നേൽക്കണമേ, തഹജ്ജുദ് നമസ്കരിക്കണമേ, സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയണമേ. നിന്റെ കണ്ണിൽ നിന്നുമുള്ള ഈറനീരല്ലോ ആ നമസ്കാരപ്പായയിൽ വീണാൽ ഈ മലക്കുകൾ റബ്ബിന്റെ കോടതിയിൽ ആ നമസ്കാരം എത്തിച്ചു കൊടുത്തിട്ട് പറയും, അല്ലാഹ് നിന്റെ ദാസന്റെ കണ്ണുനീരാണ് പടച്ചവനെ, നിന്റെ ദാസന്റെ കണ്ണുനീരാണ് പടച്ചവനെ, നിന്റെ ദാസന്റെ കഥയാണ് പടച്ചവനെ, അവന്റെ വേദനയാണ് അല്ലാഹ്, അവന്റെ രോദനത്തിന്റെ നീരാണ് അല്ലാഹ്, ഇത് സ്വീകരിക്കൂ റബ്ബേ, അവന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണൂ റബ്ബേ. ആരൊരാളൻ നമസ്കരിക്കുന്നു, നമസ്കാരത്തിലൂടെ സഹായം തേടുന്നുവോ, ജഗത്തിനെന്തായ തമ്പുരാൻ പടച്ചവനായ റബ്ബ് ഒരിക്കലും നമ്മെ വിടുകയില്ല സഹോദരാ. عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله، لا تقنطوا من رحمة الله. അല്ലാഹുവിന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ ദാസികളെ, കടക്കണിയിൽ കുടുങ്ങിപ്പോയ ദാസന്മാരെ, കടക്കണിയിൽ കുടുങ്ങിപ്പോയ ദാസിമാരെ, സഹോദരാ സഹോദരി, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരാ, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും മെഡിക്കൽ കോളേജിന്റെ വാതിൽക്കലാണ് നീ ചെലവ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു പറയുകയാണ്, ഏ ദാസന്മാരെ, ദാസിമാരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടരുതേ, നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ. നിങ്ങൾ റബ്ബിനോട് സുജൂദിൽ കിടന്ന് ചോദിക്കണേ, വീണ്ടും വീണ്ടും ചോദിക്കണേ, വീണ്ടും വീണ്ടും ചോദിക്കണേ. ഒരു കുഞ്ഞ് എത്രത്തോളം കരയുമോ അത്രത്തോളം ശ്രദ്ധ തന്റെ മാതാവിന്റെ കുട്ടിയോട് ഉണ്ടാകുമെന്നതുപോലെ തന്റെ ദാസനോ ദാസിയോ അല്ലാഹുവിനോട് എത്രത്തോളം കരയുന്നുവോ അത്രത്തോളം അവന് സ്നേഹം വർദ്ധിക്കണമേ. എത്രത്തോളം സുജൂദ് ചെയ്യുന്നുവോ അത്രത്തോളം അല്ലാഹു അവനിലേക്ക് അടുക്കുമത്രേ. ആ നമസ്കാരം അവന് വേണ്ടി അനുകൂലമായ പ്രാർത്ഥന നടത്തും. അല്ലാഹ് ഇവനെ നീ സഹായിക്കണമേ അല്ലാഹ്.
പടച്ചവനെ ഇവന്റെ രോഗം മാറ്റി കൊടുക്കണമേ അല്ലാ, ഇവന്റെ കടങ്ങൾക്ക് പരിഹാരം കാണണമേ അല്ലാ. തങ്ങൾ സഹാബാക്കൾക്കിടയിൽ നല്ല വിഷമമോ പ്രയാസമോ ഉണ്ടായാൽ അമറഹും ബിസ്സലാത്ത്, അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ കുടുംബക്കാർ അവിടുത്തെ കുടുംബിനികളെ പട്ടിണി കിടന്നപ്പോ കഴിക്കാൻ റൊട്ടിയില്ല, കുടിക്കാൻ വെള്ളമില്ല, വളരെ കഷ്ടപ്പാടിൽ കഴിഞ്ഞുകൂടിയ സമയത്ത് ആയിഷയുടെ മുഖം മാടിയിരിക്കുകയാ, പൊന്നുമോള് ഫാത്തിമയുടെ മുഖം മാടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് അവരെ തലോടിയിട്ട് പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കൂ, നമസ്കരിക്കൂ, നമസ്കരിക്കൂ. നമസ്കാരം സകലമായ പ്രശ്നത്തിന് പരിഹാരമാ, സാമ്പത്തിക മാർഗത്തിന് പരിഹാരമാ, കടക്കെട്ടിലെ കുടിയിലവർക്ക് പരിഹാരമാ, മാറാരോഗികളെ നമ്മരുന്ന പട്ടിണിയും ദാരിദ്ര്യവും അകറ്റാനുള്ള പ്രതിവിധിയാ. അതുകൊണ്ട് ആയിഷേ നമസ്കരിക്കൂ, ആയിഷേ മോളെ ഫാത്തിമ നമസ്കരിക്കൂ, ഫാത്തിമ. മദീന ആഗമനം സൂര്യഗ്രഹണത്താൽ പിടിപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളിയുടെ ഉമ്മറ പള്ളിയിലേക്ക് ഓടുകയാ. മദീന ആഗമനം ഇതാ ഇരുട്ടിൽ മൂടിക്കിടക്കുകയാ, ഇരുണ്ട ദുരന്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. പരസ്യമായി ആരെയും കാണാൻ കഴിയാത്ത വല്ലാത്ത അദാബുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മദീന ആഗമനം അതാ നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ റസൂല് നേരെ പോവുകയാണ്. മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ പോയി സുജൂദിൽ വീഴുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ ദാസന്മാർ അധിവസിക്കുന്ന ഈ മണ്ണിൽ നിന്ന് ഈ അദാബിനെ എടുത്തു കളയണമേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് റുകൂഅ് ദീർഘിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് സുജൂദ് ദീർഘിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് ഖിറാഅത്ത് ദീർഘിപ്പിക്കുകയാ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോ സൂര്യനിതാ ഉദിക്കുകയാണ്. അതിന്റെ സകലമായ ന്യൂനതകളും നടന്നു പോവുകയാ. അതുകൊണ്ട് എന്ത് പ്രശ്നം നേരിട്ടാലും നമ്മൾ നിരാശരാകാതെ വേണ്ടവണ്ണം നല്ല നിലയിൽ ഉറവെടുത്ത് നമസ്കരിച്ച് അല്ലാഹുവിനോട് സഹായം തേടണമേ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പഠിപ്പിച്ചിരുന്നു. നമസ്കാരം ഹഫ്ളകല്ലാഹ് 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 കമാ ഹഫ്ളതനി. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്നൽ അബ്ദ വലടിമ അല്ലാഹുവിന്റെ ദാസൻ ഇദാ സല്ലാ ഫീ ഗൈരിൽ വഖ്തി, അതിന്റെ അവ്വൽ വഖ്തിൽ നമസ്കരിക്കാൻ നമസ്കാരം പിന്നിട്ട് നമസ്കരിച്ചാൽ ഫൈദാ ലം യതിമ്മ റുകൂഅഹാ വസുജൂദഹാ വലൽ ഖിറാഅത ഫീഹാ, ഒരാളുടെ റുകൂഅ് ശരിയായില്ല, ഒരാളുടെ സുജൂദ് ശരിയായില്ല, ഒരാളുടെ ഫാത്തിഹ ശരിയായില്ല, ഒരാളുടെ സൂറത്ത് ശരിയായില്ല, സഅദത ബിഹാ ഇലസ്സമാ, ആ നമസ്കാരം ആകാശലോകത്തേക്ക് ഉയരുകയാ. പക്ഷേ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ സ്വർഗലോകത്തേക്ക് അത് സ്വീകരിക്കാൻ ആരും തന്നെയില്ല. ആ നമസ്കാരത്തിന്റെ മുന്നിൽ ആകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമ്പോ ആ നമസ്കാരത്തെ ആരും സ്വീകരിക്കാതെ വരുമ്പോ ഈ മലക്കുകളും ഈ നമസ്കാരവും അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുകയാ. എന്നെ പാഴാക്കിയതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ എന്ന് ആ നമസ്കാരം വിളിച്ചു പറയുന്നത് ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല, ചെറിയ മോശമായ അഴുക പിടിച്ച പഴയ വസ്ത്രങ്ങളെല്ലാം ചുരുട്ടി ഉരുട്ടപ്പെടുന്നത് പോലെ ആ നമസ്കാരത്തെ വാനലോകത്ത് വെച്ച് തന്നെ ചുരുട്ടി കൂടിയിട്ട് നമസ്കാരക്കാരന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
തീർന്നിട്ട് അൽഹംദുലില്ലാഹ് തങ്ങളവർ ഇങ്ങനെ നമ്മൾ ഏതാനും യുവാക്കൾ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് കാര്യമായ പിരിവുകൾ. പിരിവില്ലാത്ത ഒരു ഭാഗം ആദ്യമേ പൈസ കുറച്ചൊക്കെ പിരിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആറ് ദിവസത്തെ ഭാഗമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും 6 ലക്ഷം രൂപ. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങളവരിലെത്തിക്കണം. പിന്നെ അവർ വിനിയോഗിച്ചിട്ട് പ്രസംഗിക്കുക അത് വേണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവർ നല്ല സാരോപദേശം നല്ല പ്രശ്നമാണല്ലോ, നമുക്കറിയാലോ. നല്ല ആരെയും പേടിക്കാതെ ചങ്ങലത്തോട് അൽഹംദുലില്ലാഹ് ഈ പറയാനുള്ള മനസ്സ് അദ്ദേഹത്തിനുള്ള ആരെയും പ്രശ്നമില്ല. ഏത് വലിയ മുതലാളിയായാലും ഏത് വലിയ തമ്പുരാനായാലും അവൻ വേണ്ടത് മുമ്പിന്റെ ബാധ്യതയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് പാവപ്പെട്ട കൊച്ചുകുട്ടികളാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ചരക്കുള അബ്ദുള്ള സാഹിബ് പോലെയൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് തുടക്ക ദിവസമാണല്ലോ. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളെ എന്റെ സദസ്സിൽ കിട്ടിയത് വലിയൊരു ഹൈറാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് നമുക്ക് ആ ദുആയിലൊക്കെ പങ്കെടുക്കണം. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യമായ ഒരു തുക എടുത്തു വെക്കണം. പഠിച്ചവരെ ഇന്ന് വരെ നമസ്കരിക്കേണ്ട നമസ്കാരങ്ങൾ അല്ലാഹു നീ സ്വീകരിക്കണം എന്നുള്ളൊരു നല്ല നിയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കും. തങ്ങൾ ദ്വാരക്കും അവിടുത്തെ ആമീൻ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. ഒന്ന് രണ്ട് ആദ്യത്തോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിച്ചു അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്. ബക്കറ്റ് വരുന്നവരെ പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മുടെ തുടക്ക ദിവസമാണ്. ഇന്ന് കാര്യമായ കൊടുത്തവരൊക്കെ നിങ്ങൾ ഒന്നുകൂടെ പ്രചോദനം കൊടുത്ത നല്ല കാര്യമല്ലേ. കാരണം നമ്മുടെ കുട്ടികൾ ഇതേപോലുള്ള പരിപാടികളൊക്കെ ഇവിടെയൊക്കെ സംഘടിപ്പിച്ചാലല്ലേ കാര്യങ്ങൾ കൂടുതൽ കേൾക്കാൻ പറ്റുള്ളൂ. ദുആയ്ക്ക് ഇജാബത്ത്, ഇവിടെ കലാപരിപാടികളും ഫുട്ബോളും മറ്റേ ബോളും ആവശ്യമില്ലാത്ത പല മുസ്ലിത്തുകളും മുഴുവൻ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ കാലത്ത് പിന്നീട് വരുന്ന വഴിയിൽ ചാവക്കാട് ഭയങ്കര ഉത്സവം നടക്കുന്നു. ചന്ദനക്കുളം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിലെ ഈ തെക്കൻ ജില്ലകളിലെ ഉള്ളൂ. ഭയങ്കര എടുന്നുള്ള ആലയൊക്കെ പൊട്ടി സുലൈഹ ബീവി മുറാദ് ഹാസിലാവാൻ 2 വെടി പടപടോ അവിടെ കബറിന്റെ മുകളിൽ കബറിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുക. സുലൈഹ ബീവി മുറാദ് ഹാസില, ആമിന ബീവി മുറാദ് ഹാസിലാവാൻ 2 വെടി പടോ പൊട്ടിക്കുക. തോന്നിയാസായി കാണിക്കും. അപ്പൊ ഞാൻ എന്നെ അവിടെ വിളിച്ച പ്രസംഗത്തിൽ ഞാൻ പോയി പ്രസംഗത്തിന് ഇതിനെതിരെ സംസാരിക്കപ്പെടുന്ന കമ്മിറ്റിക്കാർക്ക് കാലം വിളിച്ചു. അത് പറയല ഇവിടെ മുസ്ലിമുകൾ ഒരുമിച്ച് എന്നുള്ള പരിപാടി. ഞാൻ പറഞ്ഞ ഹറാം വിട്ട് ഏതെങ്കിലും ആളാസം പിടിയിട്ടാണ് നമ്മളുള്ള കാര്യം പറയാൻ. അപ്പൊ അവര് പറയുമ്പോൾ രഹസ്യമായിട്ട് ഞങ്ങൾ അത് നിർത്തിക്കൊള്ളാം നടക്കണം. ഞാൻ പറയാം, ഞാൻ ഉദ്ദേശിച്ച കാസർഗോഡ് ജില്ല മുതൽ പല സ്ഥലത്തും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ആന എഴുന്നള്ളത്തും ഈ ഉത്സവവും പടക്കം പൊട്ടിയിടുന്നില്ല. ഇവിടെ സിയാറത്ത് ചെയ്ത് മഹാന്മാർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ചുകൂടി ഈ വരുന്ന ആയിരങ്ങൾക്ക് 10 വാദ നസീഹത്തുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. എത്രയോ നല്ല കാര്യങ്ങളാണ്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നതൊക്കെ ഒരു ഉപദേശം നൽകി അവരത് സ്വീകരിച്ചു. അതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്തില്ല. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ദുആയ്ക്കുള്ള ഇതാണ് ബഹുമാനികളെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടിയാണ്. ഒരാൾ നിസ്കരിക്കുമ്പോൾ അവന്റെ വലതുഭാഗത്ത് മലക്കുകൾ ആ മലക്കുകൾ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്താണ് ഇങ്ങനെയാണ് നിന്റെ നിസ്കാരം, കൃത്യസമയത്ത് വരുന്നുണ്ടോ ഇല്ലയോ, ഫാത്തിഹ ശരിയാണോ, സൂറത്ത് ശരിയാണോ, ഇതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് നല്ല സാഹചര്യങ്ങൾ പഠിക്കാൻ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തി പഠിക്കണം, മനസ്സിലാക്കണം. സംസ്കാരത്തിൽ വല്ല അപാകതകളോ ന്യൂനതകളോ വന്നുപോയാൽ നമ്മൾ നാളെ ആഖിറത്തിൽ അവിടെ പോയി ഖേദിക്കേണ്ടി വരും. നമസ്കാരം ഇല്ലാത്തവന്റെ കാര്യം വളരെ വിഷമത്തിലാണ്. അവർക്ക് നാളെ സ്വർഗ്ഗത്തിൽ കടക്കാമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല സഖർ എന്ന ഒരു നരകത്തെ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ നരകം ആർക്കും അറിയോ? നമസ്കാരം ഇല്ലാത്തവർക്കാണ്. ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ولم نكن نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين. സ്വർഗവാസികൾ പരസ്പരം ചോദിക്കുകയാണ്, നിങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം എന്തേ? സ്വർഗവാസികൾക്ക് നരകക്കാരെ കാണാൻ അല്ലാഹു അനുവദിക്കും. പക്ഷേ നരകത്തിലുള്ളവരോട് ചോദിക്കുമ്പോ അവർ പറഞ്ഞ മറുപടി പറയുകയാ, ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ. അഹങ്കാരികളോടും തമ്മാടികളോടും പാപികളോടും അവർ ചോദിക്കുകയാ, മാ സലകകും ഫീ സഖർ മാ സലകകും ഫീ സഖർ. എന്താണ് സഖർ എന്ന നരകത്തിൽ നിങ്ങൾ വീഴാനുള്ള കാരണം? വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽബശർ അലൈഹാ നബിയെ, സഖർ എന്ന നരകം അങ്ങേക്കറിയുമോ? നബിയെ, സഖർ എന്ന നരകത്തെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ലാ തുബ്ഖി വലാ തദർ. ആ സഖർ എന്ന നരകത്തിന് കാരനാട് വീഴുമ്പോ അവന്റെ രോമകോപങ്ങളോ ശരീരത്തിന്റെ ഭാഗ്യഭാഗങ്ങളോ ബാക്കിയാക്കാതെ മുഴുവനും കത്തിച്ചു കളയുന്ന നരകമാണ് സഖർ. കത്തിച്ചു കളയുന്ന നരകമാണ് സഖർ. ഏറ്റവും കൂടുതൽ ചൂടുള്ള നരകമാണ് സഖർ. ആ സഖർ എന്ന നരകത്തിൽ പ്രവേശിക്കുന്നത് ആരെന്നറിയുമോ? നബിയേ, അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ. സഖർ എന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾക്ക് നമസ്കാരമില്ലാത്തവരായിരുന്നു. നമസ്കരിക്കാതെ സമയം മുഴുവനും നഷ്ടപ്പെടുത്തിയ ആയുസാണ്. അതുകൊണ്ട് സഖർ എന്ന നരകത്തിൽ ഞങ്ങൾ വീണുപോയി. നാളെ പരിതപിക്കേണ്ടി വരും യുവാക്കളെ, യുവതികളെ. നമസ്കാരം വിട്ടുകൊണ്ടുള്ള ഒരു പണിക്കും നമ്മൾ കൂട്ടുനിൽക്കരുതേ. എങ്കിലും നാളെ നമ്മൾ നരകത്തിലായി പോവുകയും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോവുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരാ, സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയിൽ അവിടുത്തെ ചുണ്ടരുന്നത് കണ്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട തോഴൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം ചെവിട് വെച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ അവസാനത്തെ സമയത്തെ വാക്കുകളാണ്, ഉപദേശമാണ്, വസിയത്താ. അലൈക്കും ബിസ്സലാ അലൈക്കും ബിസ്സലാ. അല്ലാഹുവിന്റെ റസൂൽ അവശനായിട്ട് പോലും, അല്ലാഹുവിന്റെ റസൂൽ രോഗബാധിതനായിട്ട് പോലും, അല്ലാഹുവിന്റെ റസൂലിന് എഴുന്നേറ്റ് നടക്കാനുള്ള ത്രാണി നഷ്ടപ്പെട്ട സമയത്ത് പോലും പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വന്ന് അവിടുത്തെ പുണ്യമായ മഖാമിൽ വന്ന് നമസ്കരിക്കുമായിരുന്നു. രണ്ടുപേരുടെ സഹായത്തോടെ വന്ന് നമസ്കരിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരം ഒഴിവാക്കിയ ചരിത്രമില്ല, ജമാഅത്ത് ഒഴിവാക്കിയ ചരിത്രമില്ല. ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്,